അപ്പോൾ നാടൻ കോഴികളെല്ലാം കൊട്ടയിടാത്തിട്ട് വളർത്തുക കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ. ഗോൾഹർ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മതിലിൻ്റെ സൈഡിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുക. ഒരു പുള്ളിക്കാരനോട് ഇരിപ്പുണ്ട്. പാവം തലചോറിയോ കേട്ടോ അവിടെ നിന്ന്. പശുവല്ല കേട്ടോ, അത് കാളയാണ്. സോറി, തെറ്റിപ്പോയി. ഇവിടെ ഭയങ്കര പട്ടിശല്യമാണ് കേട്ടോ. ഇവന്മാർ കടിക്കുമോയെന്ന് അറിയത്തില്ല. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന കാഴ്ചകളും കാര്യങ്ങളും എല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോർട്ട് ബ്ലെയറിലെ ടൗണും ബസ് സ്റ്റാൻഡും മാർക്കറ്റും പിന്നെ സെല്ലുലാർ ജയിൽ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബാത്തു ബസ്തി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എൻ്റെ മാമൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ നിന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ബാത്തു ബസ്തി എന്ന് പറഞ്ഞ സ്ഥലത്തെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ആ ബാത്തു ബസ്തി ടൗൺ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് റോസ് ഐലൻഡിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ റോസ് ഐലൻഡിലേക്ക് പോകുന്ന ബസ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ് ബസ് എന്ന് പറയുമ്പോൾ STS എന്ന് പറയും, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോഴുള്ളതേ മെഡിക്കലിൽ പോകുന്ന ബസ്സിലാണ് കേട്ടോ. ഈ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് മറീന പാർക്കിൽ ഇറങ്ങാനായിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് റോസ് ഐലൻഡിലേക്കുള്ള ബോട്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ബാത്ത് ബസ്തിൽ നിന്ന് മറീന പാർക്ക് വരെയുള്ള ടിക്കറ്റ് ചാർജ് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ബസ്സാട്ടോ ഈ പോകുന്നത്. മെഡിക്കൽ പോകുന്ന ബസ്സിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ മറീന പാർക്ക് കാണിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നില്ലേ, അപ്പോൾ ആ സ്ഥലമാണിത്. മറീന പാർക്കിനകത്തേക്കാണ് നമുക്ക് റോസ് ഐലൻഡിലേക്ക് പോകാനായിട്ടുള്ള ബോട്ടും അതിനുള്ള ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ആ കാണുന്ന പാലം കണ്ടോ, അതിലെ നേരെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അബർദീൻ ജെട്ടി എന്ന് പറയും. ആ കാണുന്നത് നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചുവാണ്. അപ്പോൾ ഈ അബർദീൻ ജെട്ടി എന്നാണ് റോസ് ഐലൻഡിലേക്കുള്ള ബോട്ട് സർവീസൊക്കെ ഉള്ളത്. അപ്പോഴേ ഞാൻ ഇന്നലെ വന്ന മറീന പാർക്കാട്ടെ ഈ കാണുന്നത്. ഇത് കണ്ടത് ഒരു കഫേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പാലത്തിൽ കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോയില്ല, നേരെ ആ പാർക്കിൻ്റെ ഭാഗവും ഇവിടുത്തെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ അല്ലേ ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും അബർദീൻ ജെട്ടിയിലേക്ക് പോവാം. ഈ ഒരു ഡോക്ക് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ച വീഡിയോക്കകത്ത് ഈ ഭാഗം ഫുള്ള് ഉണക്കായിരുന്നു. കാരണം വേലിയിറക്കോ അങ്ങനെ എന്തോ വന്നിട്ട് വെള്ളം കംപ്ലീറ്റ് വലിഞ്ഞിട്ട് ഈ ഡോക്കൊക്കെ മണ്ണിലിരിക്കുന്നൊരു കാഴ്ചയായിരുന്നു ഇന്നലെ കണ്ടത്. ഇപ്പോൾ നോക്കിയാൽ കടലിങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേ ആ ഒരു ഡോക്ക് വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുക. ഇപ്പോൾ ഈ കാണുന്ന വഴിയുണ്ട്, ഇതെന്ന് വെച്ചാൽ മറീന പാർക്ക് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്ന് ആ ഒരു മണ്ഡപം പോലെ ഒരു ആർച്ച് കണ്ടോ, ആ ആർച്ചിൻ്റെ അവിടുന്ന് ആ കാണുന്ന റോഡ് വഴി നേരെ അങ്ങോട്ട് പോകുമ്പോൾ കാർബൺ ബീച്ച് എന്ന് പറയും. അപ്പോൾ അവിടെയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ അതേ നടന്ന് നമ്മൾ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. ആ ജെട്ടിയിലാരണ്ടൊക്കെ ഇരിപ്പുണ്ട്, നോക്കാം. ഇവിടെ ഒരു പട്ടി നിൽപ്പുണ്ട്. ഇവിടെ ഭയങ്കര പട്ടി ശല്യമാണ് കേട്ടോ. ഇവന്മാർ കടിക്കുമോയെന്ന് അറിയത്തില്ല. ഇന്നലെയൊക്കെ ഞാൻ നടന്നപ്പോഴത്തേക്കും വഴിനീളം ഇഷ്ടംപോലെ പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്നത് കേട്ടോ റോസ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബോട്ടൊക്കെ എവിടെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കഴിഞ്ഞ് കയറി അപ്പുറത്തോട്ട് പോകാം. പക്ഷെ അത് അടച്ചിരിക്കുകയാണോ അറിയില്ല, നോക്കട്ടെ. ആ അടച്ചിരിക്കില്ലല്ലോ കേട്ടോ. അവിടെ മറ്റേ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡോർ അവിടെ ഉള്ള. നമ്മളിങ്ങനെ ചരിഞ്ഞൊക്കെ ഇറങ്ങി പോകത്തില്ലേ. അപ്പോഴിതാ കേട്ടോ അബർദീൻ ജെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പണി കിട്ടി കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അബർദീൻ ജെട്ടി എന്ന് പറയുന്നത് ക്ലോസ് ചെയ്തിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മെയിൻ്റനൻസ് എന്തോ പരിപാടി നടക്കുക. മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് റോസ് ഐലൻഡിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. പകരം നമുക്ക് ജംഗ്ലി ഹട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇവിടുന്ന് മാറിയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ബോട്ട് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് കുറേ ഐലൻഡിലേക്ക് പോകാനായിട്ടുള്ള ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് എന്തായാലും നേരെ ജംഗ്ലി ഹട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാൻ വീണ്ടും മറീന പാർക്കിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയ ആ ഒരു ബസ് സ്റ്റോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ജംഗ്ലി ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ബസ്സാണ് ഞാനിപ്പോൾ നോക്കി നിൽക്കുകയല്ല, നോക്കിയിരിക്കുക. ഇത് കണ്ടതേ ഒരു മതിലിൻ്റെ സൈഡിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുക. ഒരു പുള്ളിക്കാരനോട് ഇരിപ്പുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ജംഗ്ലി ഘട്ടിലേക്കുള്ള ബസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ
ഗോൾഹർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 1.1 കിലോമീറ്റർ ആണ് ജംഗ്ലി ഘട്ടിലേക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന ബസ് വേറൊരു വഴിക്ക് പോകുന്ന ബസ്സായിരുന്നു. അപ്പോൾ ഗോൾഹർ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടൗണാണെന്ന് തോന്നുന്നു. കുറേ കരിക്കും അങ്ങനെ കുറേ വെള്ളവും ചായ പൊരി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കുറേ കടകളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടത്തേക്ക് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ മുമ്പിലായിട്ട് പൂവൊക്കെ വിൽക്കുന്ന കുറേ കടകൾ നമുക്ക് കാണാം കേട്ടോ. ഇത് കണ്ടതേ ക്ഷേത്രത്തിന് മുമ്പിൽ പൂ വിൽക്കുന്ന കടകളൊക്കെ നമുക്ക് കാണാവേ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് 2ാമത്തെ ദിവസമായി. അപ്പോൾ ഞാനിതുവരെ ഇവിടുത്തെ ബീച്ച് സൈഡിലെ കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ കാർബൺ ബീച്ചിലോട്ട് പോയായിരുന്നു. അപ്പോൾ രാത്രിയിലായതുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ 5 മണി കഴിയുമ്പോഴത്തേക്കും ഇരുട്ട് വീഴും. വെളുപ്പിനെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സൂര്യൻ ഉദിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാട്ടോ ഇത്. ഇവിടെ ജീവിക്കാനായിട്ട് കുറച്ച് പാടാണ്, വേറൊന്നുമല്ല, സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. ഞാൻ ഇന്നലെ ഇവിടുന്ന് ഒരു എഗ് പപ്സ് കഴിച്ചായിരുന്നു. അതിന് 30 രൂപ. പിന്നെ നാരങ്ങയൊക്കെ ഒരു പീസിന് 10 രൂപ, വലുപ്പം അനുസരിച്ച് വലുതാണെങ്കിൽ 15 രൂപ. പിന്നെ തണ്ണിമത്ത ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കിലോയ്ക്ക് 60 രൂപ. അപ്പോൾ നമ്മുടെ നാട്ടിനേക്കാളുമൊക്കെ നല്ല രീതിയിൽ വില കാര്യങ്ങളൊക്കെ കൂടുതലാണ് പച്ചക്കറിക്കും ഫ്രൂട്ട്സിനും. ഇന്നലെ ആപ്പിളിന് വില ഇറക്കിയപ്പോഴത്തേക്കും 300 രൂപയാണ് ഒരു കിലോയ്ക്ക് കാണിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സാധനങ്ങളുടെ വില വിവരങ്ങളൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ വിലയാണ് എല്ലാത്തിനും. നമുക്ക് ജീവിക്കാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ ഞാനങ്ങനെ നടന്ന് ജംഗ്ലി ഘട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ജെട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഒരു 600 മീറ്റർ ആകട്ടെ ഇനി കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോയി കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് റൈറ്റിലേക്കാണ് ഡയറക്ഷൻ കാണിക്കുന്നത്. ഫുട്പാത്തിൽ കഴിഞ്ഞ് നടന്നു പോകാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ അത് നോക്കിയതേ, ഫുട്പാത്തിലൊരു 3 പശു കിടക്കുന്നു. പാവം തലചൊറിയോ കേട്ടോ അവിടെ നിന്ന്. പശുവല്ല കേട്ടോ, അത് കാളയാണ്. സോറി, തെറ്റിപ്പോയി. അപ്പോൾ ജംഗ്ലി ഘട്ട് ജെട്ടിയിലേക്ക് പോകുന്ന റോഡിലേക്കാണ് ഞാനിപ്പോൾ തിരിയുന്നത്. ഇനി ഒരു 1/2 കിലോമീറ്റർ എടുത്തുണ്ട് ജെട്ടിയിലേക്ക്. ഇവിടെ അതേ കോഴി വിൽക്കുന്ന കടകളാണ് തോന്നുന്നു കേട്ടോ. നാടൻ കോഴിയൊക്കെ കിടക്കുന്ന നോക്കിയ കൊട്ടയുടെ അകത്ത്. അതെ, അപ്പോൾ നാടൻ കോഴികളെല്ലാം കൊട്ടയിടത്തിട്ട് വളർത്തുക കേട്ടോ. വളർത്തുമല്ല, കടയാണ് അത്, ചിക്കൻ കടയാണ്. നമുക്ക് വേണ്ട കോഴിയെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് കട്ട് ചെയ്ത് തരും. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുറേ സാധാരണ കടകളൊക്കെ നമുക്ക് കാണാതെ. അപ്പോൾ ഇവിടുന്ന് ഒരു 300 മീറ്റർ കൂടെ ഉണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ ഈ കാണുന്നത് ആൻഡമാൻ നിക്കോബാറിലെ പ്രൈവറ്റ് ട്രക്കും വാനിൻ്റെയും സ്റ്റാൻഡാണ് കേട്ടോ. നമ്മുടെ ഈ കുട്ടി വെൻസും അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇല്ലേ, പിക്കപ്പ്, അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളുടെ സ്റ്റാൻഡാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ ജംഗ്ലി ഘട്ടിലെ ഒരു ഫിഷ് മാർക്കറ്റാണ് ഈ കാണുന്നത്. മോഡേൺ ഫിഷ് മാർക്കറ്റ് ജംഗ്ലി ഘട്ട്. അപ്പോൾ നമുക്കെന്തായാലും ബോട്ടിൻ്റെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ആദ്യം റോസ് ഐലൻഡിലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ കണ്ടോ, അവർ എന്നെ നോക്കിയിട്ട് ജസ്റ്റ് അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഓട്ടോ വേണോ അങ്ങനെ ക്യാൻവാസ് ചെയ്ത് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മൾ ഈ മൈസൂരൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സൗകര്യം ഇല്ലായിരുന്നു. ഓട്ടോക്കാർ കൊണ്ടുവന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടൈം മൊത്തം കളയും. അവിടെ നിർത്തി ഒരു ഓട്ടോ പോയി കഴിയുമ്പോൾ അടുത്ത ഓട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഓട്ടോക്കാർ ശല്യമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പോകേണ്ടതേ അങ്ങോട്ടേക്കാണ്. അവിടെ ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ജെട്ടി എത്തും. അപ്പോൾ ഇവിടെ കൊച്ചു കുപ്പിയിൽ വെള്ളമൊന്നും കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതായത് അര ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെയും ഒന്നും മിനറൽ വാട്ടർ നമുക്ക് ഇവിടെ കിട്ടത്തില്ലെന്ന് പറഞ്ഞില്ലേ, മിനിമം 2 ലിറ്ററാണ്. അപ്പോൾ ഇപ്പോൾ ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കരിക്കേട ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കരിക്ക് പിടിച്ചിട്ട് പോവാം. എത്ര രൂപയാണെന്ന് അറിയത്തില്ല, ചോദിക്കട്ടെ. എത്രയാ? 50? രണ്ടെണ്ണോ? ഒരെണ്ണം മതി, ഒരെണ്ണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കരിക്ക് പിടിച്ചു. ഒന്നല്ല കേട്ടോ, 2 കരിക്ക് പിടിച്ച്. 2 കരിക്ക് പിടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അയാളുടെ അടുത്ത് റേറ്റ് തിരക്കിയപ്പോഴേ 2 കരിക്കിന് 50 രൂപ എന്ന് പറഞ്ഞു. 1 കരിക്കിനാണെങ്കിൽ 30 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു 1 കരിക്ക് മതിയെന്ന് പറഞ്ഞു. പിന്നെ അത് കട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നോട് പോലും ചോദിക്കാതെ 2ാമത്തെ കട്ട് ചെയ്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ, കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടോ, ആ കാണുന്നതാണ് ജംഗ്ലി ഘട്ട് ജെട്ടി കേട്ടോ. ജംഗ്ലി ഘട്ട് ബോട്ട് ജെട്ടിയാണ് ആ കാണുന്നത്. അവിടെ മിനി ഷിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ അടുത്ത് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ കിടക്കുന്ന കുറേ ചെറിയ ബോട്ടുകളുണ്ടോ, ഈ ബോട്ടിലൊക്കെയാണ് നമ്മൾ ഓരോ ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. ആക്ച്വലി ഞാൻ റോസ് ഐലൻഡിലേക്ക് പോകാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുന്ന് റോസ് ഐലൻഡിലേക്ക് പോകാനായിട്ട് മിനിമം 10 പേരെങ്കിലും വേണം. 10 പേരുണ്ടെങ്കിൽ മാത്രമേ ഒരു ബോട്ട് ഇവിടുന്ന് 370 രൂപയ്ക്ക് റോസ് ഐലൻഡിലേക്ക് വിടത്തുള്ളൂ.
അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിഞ്ഞത് 2 സ്ഥലത്തേക്ക് 2 ഐലൻഡിലേക്കുള്ള പാക്കേജാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. അതായത് റോസ് ഐലൻഡും നോർത്ത് ബേ ഐലൻഡും. നോർത്ത് ബേ ഐലൻഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പരിപാടിയാണ്, വേറെ ഒന്നുമല്ല. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് സ്കൂബ ഡൈവിങ്, അണ്ടർ ഗ്ലാസ് ബോട്ട്, പിന്നെ സബ്മറൈൻ ബോട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും 870 രൂപയാണ് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ 2 ഐലൻഡിലേക്ക് വേണ്ടി. അപ്പോൾ ഈ സൈഡിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ. ഇതെന്ന് വെച്ചാൽ ഓരോ ഏജൻറ്റിൻ്റെ കെയർ ഓഫിൽ ഓരോ ആൾക്കാരെ ക്യാൻവാസ് ചെയ്തിട്ട് ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ അതൊക്കെ ആൾക്കാരെ കാണിച്ചിട്ട് കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്തായാലും ബോട്ട് വിടുമ്പോഴുള്ള കാഴ്ച തൊട്ട് കാണാം.